ഉയർത്തിപ്പിടിച്ച ആര്യനാടിന്റെ പെൺസിംഹം, വനിതകളുടെ ശക്തി കേന്ദ്രവുമായ അനുമോൾക്ക് ഇന്ന് വൈകുന്നേരം ശരിക്കും എന്റെ പിയാറ് നിങ്ങളാണ് അല്ലേ? പറഞ്ഞു കൊടുക്കണം. പിന്നെ എനിക്കറിയാം നിൽക്കുന്നവരൊക്കെ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല, വേറെ ആളുടെ വോട്ട് ചെയ്യുന്നു, ഇതൊരു പ്രശ്നമില്ല. അത് ശരിയാണ്. അനുമോൾക്ക് തന്നെ അറിയാം ഇവിടെ നിൽക്കുന്നവരാരും അനുമോക്കല്ല വോട്ട് ചെയ്തതെന്ന്. എന്നിട്ട് അനുമോൾ പറയാ നിങ്ങളൊക്കെ എന്റെ പി ആർ അല്ലേ, എന്നിട്ട് എന്തിനാണ് മറ്റുള്ളവർ പി ആർ ആണെന്ന് പറയുന്നത് എന്നൊക്കെയാണ് പുള്ളിക്കാരി വെച്ച് കാച്ചുന്നത്. എന്തുവായാലും അനുമോളുടെ തള്ളുകൾ, കള്ളങ്ങൾ പറയുന്നതിന് ഒരു 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 ലിമിറ്റൊക്കെ വേണം. എന്നാ കള്ളങ്ങളെ വെച്ച് കാച്ചുന്നത് എന്റെ പൊന്നു പ്രേക്ഷകരെ, എന്നാ തള്ളുന്നറിയുമോ? തള്ളി 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 ഒരു വിധം വരെ എത്തിക്കഴിഞ്ഞു. എന്തായാലും ഈ പറയുന്ന അനുമോക്ക് ഇന്നലെ ആര്യനാട് വെച്ച് വമ്പിച്ച സ്വീകരണമായിരുന്നു കൊടുത്തത്. അത് പൗരസമിതിയൊക്കെയാണ് കൊടുത്തത്. അതും ആര്യനാടിന്റെ പെൺസിംഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ അനൗൺസ്മെന്റ് ഒക്കെ മൈക്കിൽ കൂടെ വിളിച്ചുകൊണ്ട് ജിപേയിലൊക്കെ പോയത്. എന്തായാലും നമുക്ക് ഒരു അരികത്തു നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ഈ പറയുന്ന ഈ പെൺസിംഹത്തിന്റെ ഒരു ബാനറുണ്ട് അവിടെ എത്തുന്നത്. അതായത് ഈ പറയുന്ന അനുമോള് മാത്രമല്ല എത്തുന്നത്, അനുമോളുടെ കൂട്ടുകാര്, അതോടൊപ്പം തന്നെ കൂടെ പ്രവർത്തിച്ചവര് എല്ലാവരും എത്തുന്നുണ്ട്. എന്നിട്ട് വമ്പിച്ച സ്വീകരണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇവരും ഈ കൂട്ടുകാരും അതോടൊപ്പം തന്നെ ഇവരുടെ ബന്ധുക്കാരും അല്ലാതെ അവിടെ ജനങ്ങളെ ഒന്നും വമ്പിച്ച രീതിയിൽ നമ്മൾ കണ്ടില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. എന്തായാലും നിങ്ങൾ ആ പോസ്റ്റർ ഒന്ന് കണ്ടു നോക്ക്. അതിന്റെ പ്രിയപുത്രി, ബിഗ് ബോസ് സീസൺ 7 വിജയി അനുമോൾക്കും പ്രിയ കലാകാരന്മാർക്കും ആര്യനാടിൻ മണ്ണിലേക്ക് സ്വാഗതം എന്നാണ് പറഞ്ഞേക്കുന്നത്. ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? തങ്കച്ചൻ, നോബി, അഖിൽ, അതോടൊപ്പം തന്നെ ഡയാന, പിന്നെ പുള്ളിക്കാരിയുടെ കൂട്ടുകാരി, ഇത്രയും പേരുണ്ട്. ഇത്രയും പേര് വന്നിട്ട് പോലും അവിടെ ആളുകൾ എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളായിരുന്നു. അവരുടെ ബന്ധുക്കാരും ആ നാട്ടിലുള്ള കുറച്ചു പേര്, അത്രയും പേരെ ഉള്ളായിരുന്നു. ഒരു വിജയിയാണെന്ന് ഓർത്തോണം. എന്നാൽ അനീഷിന്റെ നാട്ടില് കോടന്നൂരില് അനീഷിന് കിട്ടിയ സ്വീകരണം എങ്ങനെയായിരുന്നു? അതൊരു ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതാണ് സ്വീകരണം. ഇവർ ഇത്രയും പേര് കലാകാരന്മാരെ കൊണ്ടുവന്നിട്ട് പോലും അവിടെ ആളില്ലായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. എന്തായാലും ഈ പറഞ്ഞ ഇവർക്ക് വേണ്ടി, അനുമോക്ക് വേണ്ടി മൈക്കിൽ അനൗൺസ് ചെയ്ത ആ വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കാം. നാടിന്റെ അഭിമാനമായ ആര്യനാടിന്റെ കലാകാരിയും ആര്യനാടിന്റെ പേര് ലോക മലയാളികളുടെ മുന്നിൽ ഉയർത്തിപ്പിടിച്ച ആര്യനാടിന്റെ പെൺസിംഹം, വനിതകളുടെ ശക്തി കേന്ദ്രവുമായ അനുമോൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആര്യനാടിന്റെ മണ്ണിൽ വൻപിച്ച പൗരസ്വീകരണം നൽകുന്നു. ഈ പൗരസ്വീകരണത്തിൽ സിനിമാ നടന്മാരായ നോബി, ബിദിര തങ്കച്ചൻ, കുട്ടി അഖിൽ, ഡയാന, ആതിര മാധവ്, അമീൻ എന്നിവർ എത്തിച്ചേരുന്നു. അനുമോള് പ്രോത്സാഹിപ്പിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ പൗരസ്വീകരണത്തിലേക്ക്. ഓക്കെ, ആര്യനാടിന്റെ പെൺസിംഹം, സ്ത്രീകളുടെ കരുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അത് പൗരസമിതി എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്യുന്നത്. ഈ അനൗൺസ് ചെയ്യുന്ന വ്യക്തിയെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും. ഇത് മറ്റാരുമല്ല, ഈ പറയുന്ന അനുമോളുടെ മാമന. ആ ചിരട്ടയൊക്കെ പൊട്ടിക്കൊണ്ട് കിടന്ന് എപ്പോഴും വന്ന് മീഡിയയുടെ മുമ്പിൽ അനുമോളെ പൊക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളില്ലേ, ആ പുള്ളി തന്നെ, മറ്റാരുമല്ല ആ പുള്ളി. എന്തായാലും ആ പുള്ളിയെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ചിലപ്പോൾ ചിലർക്കൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പുള്ളി പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുറഞ്ഞുള്ള പൈസ ഉണ്ടായിരുന്ന ബിഗ് ബോസ് പോയിട്ട് ആവശ്യമുണ്ട്. ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ബിഗ് ബോസിൽ പോയി വല്ലതും കിട്ടിയല്ല ഓപ്പറേഷൻ കൂടെ ചെയ്യാന്നുള്ളൊരു, പിന്നെ കുറെ കടങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് അവർക്ക് കടമുണ്ട്. ഈ ഞാനൊരു പിന്നെ ഒരു സ്റ്റാർ എന്ന് കരുതി അവർക്ക് കടമില്ലാതിരിക്കുമോ? കടമുണ്ട്. അപ്പൊ കടമെല്ലാം തീർക്കണം. കഷ്ടമുണ്ടല്ലോ. ചിരട്ട പൊട്ടിയിരുന്ന മാവന് ചികിത്സയ്ക്ക് വേണ്ടി അനുമോളെ എന്തെങ്കിലും ഒന്ന് കൊടുക്ക്. ജയിച്ചു വന്നത് കാശ് മൊത്തം പി ആറിന് കൊണ്ട് കൊടുക്കാതെ ഈ മാവൻ എന്തെങ്കിലും ഒന്ന് കൊടുക്ക്. ഈ മാവൻ ഒത്തിരി കഷ്ടപ്പെട്ടതാ. ഈ പറയുന്ന അനുമോളെ വെളുപ്പിക്കാതെ ഒത്തിരി കഷ്ടപ്പെട്ട മാവന. അത് മാത്രമല്ല, ഇപ്പൊ അവസാനം വന്നപ്പോൾ മൈക്കും കൊണ്ട് ഈ വണ്ടിയിൽ ഇരുന്ന് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. പെൺസിംഹം, ആര്യനാടിന്റെ പെൺസിംഹം, സ്ത്രീകളുടെ കരുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്തില്ലേ? അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം. ആ കാലിന്റെ മുട്ടിന്റെ അതൊക്കെ ഒന്ന് കഴിയട്ടോ. അതിന് സർജറിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടതല്ലയോ? ഇവിടെ അനുമോൾക്ക് വേണ്ടി അനൗൺസ് ചെയ്യാൻ മാവൻ, വിളക്ക് കൊണ്ടുപോയി തിരിതെളിയിക്കാനുള്ള വിളക്ക് കൊണ്ടുപോകുന്നത് അച്ഛൻ. അങ്ങനെ അവിടെ പരിപാടിക്ക് വന്നിരിക്കുന്നത് കൂട്ടുകാര്, പിന്നെ കൂടെ വർക്ക് ചെയ്തവര്, പിന്നെ കുറച്ച് ബന്ധുക്കാര്. ഇവിടെ നാട്ടുകാരെ നമ്മൾ കണ്ടില്ല. പൗരസമിതി കൊടുത്ത ഒരു സ്വീകരണമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ വന്നതിൽ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ അവിടെ എത്തിയ ആൾക്കാർ. അവരുടെ നാട്ടില്, സ്വന്തം നാട്ടിലാണെന്ന് ഓർത്തോണം. എന്നിട്ട് പോലും ആളുകളേ ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ജനകീയമായി ജയിച്ചു എന്നാണോ അതിന്റെ അർത്ഥം? പ്രേക്ഷകരെ നിങ്ങൾ തന്നെ വിലയിരുത്തിക്കൂ. അത്രേ ഉള്ളൂ. ഇവിടെ അനുമോളുടെ ആ സ്വീകരണത്തിനെത്തിയ ആൾക്കാരെ കണ്ടോ? വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്നാൽ അനീഷിന്റെയൊക്കെ സ്വീകരണത്തിനെത്തിയ ആൾക്കാരുടെ എണ്ണം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ജനപിന്തുണ ഉണ്ടെന്നുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നേരെ അനുമോളുടെ തള്ളിലേക്ക് പോകാം. അനുമോൾ എന്തായിരുന്നു പറഞ്ഞത്? എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല,
ഞാൻ ഒരു ഫുഡ് പോലും ഉണ്ടാക്കിയില്ല. എന്റെ ചേച്ചി പറഞ്ഞത് നീ ഒരു ചപ്പാത്തി വെക്കാൻ പഠിച്ചിട്ട് പോടി എന്ന് വരെ പറഞ്ഞു വിട്ടു, എന്നിട്ടും എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. ബിഗ് ബോസ് വീടിനുള്ളിലും പറഞ്ഞു കള്ളം, വെളിയിലിറങ്ങി ലൈൻ കട്ട് ഇന്റർവ്യൂവിലും പറഞ്ഞു കള്ളം. എന്നാൽ ഈ പറയുന്ന അനുമോൾ MG ശ്രീകുമാറിന്റെ അടുത്ത് പറഞ്ഞത് എന്തായിരുന്നു? എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം, എനിക്ക് പൊറോട്ട വരെ ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കാർത്തിക് സൂര്യയുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ തന്നെ. അതൊന്ന് കേട്ടു നോക്കിയ കാർത്തിക് സൂര്യയുടെ അടുത്ത് പറഞ്ഞത്. ചില്ലി ചിക്കൻ ഒക്കെയാണോ? അൽഫാം, അത് അറേബ്യൻ ഫുഡാണ്. അറേബ്യൻ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഗ്രിൽഡ് ചിക്കൻ സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഞാൻ എന്നെ പൊക്കുന്നതല്ല, ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കില്ലേ, അതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും. പയ്യെന്തോ നോക്കണം, അടിക്കാൻ തടിയാണെന്നോ ഫുള്ള് നോക്കണം. ഫുഡ് ഉണ്ടായി ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ടൊക്കെ. എങ്ങനെ ഇരിക്കുന്നു? ഫുഡ് ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമാണെന്നാ പറയണേ. ഭയങ്കര ഇഷ്ടമാണെന്ന് ഫുഡ് ഉണ്ടാക്കാൻ, എന്നിട്ടാണ് തള്ളി മറിക്കുന്നത്. ഇന്നലെ ഈ പറയുന്ന ഈ ഫുഡ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് മീഡിയക്കാർ ചോദിച്ചു, MG ശ്രീകുമാറിന്റെ അടുത്തൊക്കെ പോയി പറഞ്ഞല്ലോ ഫുഡ് ഉണ്ടാക്കാൻ അറിയാമെന്നൊക്കെ. അതെന്താന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി അതിന് കൊടുത്ത മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കി. MG ശ്രീകുമാറിന്റെ ഒരു സംഭവം അത് ഭയങ്കരമായിട്ട് വയറിലായിരുന്നു. അതിന്റെ എന്താണ് അതെങ്ങനെ ഒരു സംഭവം നടന്നതാണോ? ഞാൻ കണ്ടോ വീഡിയോ. പുള്ളിക്കാരൻ കുക്കി അറിയാമെന്ന് ചോദിച്ചപ്പോ മോശമല്ലേ നമ്മൾ 2 മണിക്കൂർ പോയി കുക്കി അറിയില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കി, കൂടെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും. അയല. അപ്പം എന്നാ തള്ള എന്റെ പൊന്ന അനുമോളെ നീ തള്ളിയത്? ചുമ്മാ ഒരു തള്ളിയാണെന്ന്. അല്ലെങ്കിൽ പുള്ളി എന്ത് തോന്നുമെന്ന്, ആർക്ക്? ഈ പറയുന്ന MG ശ്രീകുമാറിന് എന്ത് തോന്നുമെന്ന്, എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാല് എന്ത് തള്ള. അപ്പൊ കാർത്തിക് സൂര്യക്ക് എന്തെങ്കിലും തോന്നുമോ? കാർത്തിക് സൂര്യയുടെ അടുത്ത് പോയി തള്ളിയത്? ഇങ്ങനെയും കള്ളം പറയുവോ, ഇങ്ങനെയും തള്ളുവോ? അയ്യോ കഷ്ടം. ഇനി ഇന്നലെ വേറൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു നോക്കി. അനുമോൾ ഉണ്ടാക്കി കൊടുത്ത ഫുഡ് കഴിച്ചതിന് ശേഷമാണ് അനുമോളെ കുറ്റം പറയുന്നത് പറഞ്ഞു. പക്ഷെ എന്നിട്ട് പോലും ഈ കുറ്റം പറഞ്ഞ ആൾക്കാർക്ക് പിന്നെയും അമ്മമാര് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മക്കൾ കുറ്റം പറയില്ലേ, അങ്ങനെ കൂട്ടിയാൽ മതി. പിന്നെ എന്തിനാ കുക്കിംഗ് അറിയില്ല എന്നൊക്കെ പറഞ്ഞു? അതെന്താണെന്ന് അറിയുമോ? കുക്കിംഗ് അറിയില്ല എനിക്ക് ശരിക്കും. ആ MG സാറിന്റെ ഇന്റർവ്യൂല് ഞാൻ തള്ളിയതാ ശരിക്കും. മോശമല്ലേ നമുക്ക് കുക്കിംഗ് അറിയില്ലെന്ന് പറഞ്ഞു. തള്ളിയതാ. ചേട്ടൻ നല്ലത് പൊറോട്ട അടിക്കും. പുള്ളിക്കാരന്റെ കൂടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അന്ന് എത്ര പ്രായം എനിക്ക്, അന്ന് വളരെ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്റർവ്യൂ. ബുദ്ധി ഉറക്കത്തിനല്ല, അന്ന് പ്രായം കുറവാ. അപ്പൊ നമുക്ക് മെച്ചൂർഡ് അല്ലല്ലോ സമയത്ത്. ആ ടൈമിൽ തള്ളിയതാ. ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആ പ്രായത്തിന്റെ ഇതിൽ പറഞ്ഞു. അത് പണ്ടത്തെ സാധനങ്ങളാ. അതുപോലെ നമ്മുടെ കാർത്തിക് സൂര്യ അവന്റെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയതാ കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഇപ്പോഴും തള്ളലാണോ തള്ളുന്ന മൊത്തം? ഈ ബുദ്ധി ഉറക്കാത്തവരെയാണല്ലോ വിജയിപ്പിച്ചതെന്ന് ഓർക്കുമ്പോഴൊരു ഇത് നിങ്ങൾക്ക് ബുദ്ധി ഉറച്ചിട്ടില്ലേ? എന്നാ തള്ള എന്റെ പൊന്നു തള്ളുന്നത്. ഒരു മയത്തിലൊക്കെ തള്ളു. നിങ്ങൾ പക്ക ഫേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും. നിങ്ങളുടെ ഓരോ കള്ളത്തരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന്. നിങ്ങൾ എത്ര കുക്കിംഗ് ചാനലിലുള്ള വീഡിയോകളാണ് വന്നിരിക്കുന്നത്? ലക്ഷ്മി നക്ഷത്രയുടെ കൂടെ തലക്കറി വെക്കുന്നു, അതോടൊപ്പം തന്നെ ചാനലുകളിൽ ഇരുന്നു കൊണ്ട് കുക്ക് ചെയ്യുന്നു. ഇതൊന്നും കുക്കിംഗ് അല്ലേ? അവിടെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ കുക്ക് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ ആരെ പൊട്ടന്മാരാക്കുന്നത്? നിങ്ങൾ വോട്ട് വന്ന് വിജയിപ്പിച്ച ആൾക്കാരെയോ? അവരെയാണോ നിങ്ങൾ ഈ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തുവാ ഇത്? ഓക്കെ, ഇന്നലെ പുള്ളിക്കാരി ആ ഒരു ക്രൗഡിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട്. അതായത് PR ബന്ധപ്പെട്ട് PR നിങ്ങളാണ് എന്റെ PR എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടുപോയിക്കേ. നിങ്ങളാണ് ശരിക്കും എന്റെ PR അല്ലേ? പിന്നെ എന്തിനാ എല്ലാവരും PR എന്ന് പറഞ്ഞ് നിന്നെ കളിയാക്കുന്നത്? കേട്ടില്ല. അതാണ് അസൂയക്കും പുഷ്പയും മരുന്നില്ലെന്ന് പറഞ്ഞത് കറക്റ്റ് ആട്ടോ അല്ലേ? ശരിക്കും എന്റെ PR നിങ്ങളാണ് അല്ലേ? പറഞ്ഞു കൊടുക്കണം. പിന്നെ എനിക്കറിയാം ഇതിൽ നിൽക്കുന്നവരൊക്കെ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല, വേറെ ആൾക്കാണ് വോട്ട് ചെയ്തിരുന്നത്. എനിക്കൊരു പ്രശ്നമില്ല. ഓരോരുത്തരും ഇഷ്ടപ്പെടാന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അതെനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ വീണ്ടും പറയാണ്, ആരെയാണ് അതെ നിങ്ങളാണ് എന്റെ PR. പക്ഷെ ഇവിടെ നിൽക്കുന്നവരാരും എനിക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. സ്വന്തം നാട്ടുകാർ പോലും ഈ അനുമോൾക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്ന് അനുമോൾ തന്നെ അത് വ്യക്തമായിട്ട് പറയുക. ഇതിൽ കൂടുതൽ പരാജയം എന്താണ്? നിങ്ങൾ തന്നെ പറ, ഇതിൽ കൂടുതൽ പരാജയം എന്താണ്? ഓക്കെ, ഇനി ഈ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് PR ഞാൻ 15 ലക്ഷം കൊടുത്തെങ്കിൽ 20 ലക്ഷം കൊടുത്ത ഒരാളുണ്ടെന്ന്. അത് ആരാണെന്ന് അനുമോൾ അത് വ്യക്തമായിട്ട് പറയണം കേട്ടോ. ഇല്ലേ അത് വേറെ രീതിയിൽ സംഭവങ്ങൾ മാറും. അത് ആരാണ് 20 ലക്ഷം രൂപ കൊടുത്തത്? അതായത് ഇവിടെ അനുമോളൊന്ന് വെളുപ്പിക്കാൻ നോക്കുകയാണ്. അതായത് 20 ലക്ഷം രൂപ കൊടുത്ത ആൾ വെളിയിൽ വന്നല്ലോ, ഔട്ടായി പോയല്ലോ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷെങ്കിൽ ഈ പറയുന്ന അനുമോൾ അവിടെ വിജയിച്ചു. 15 ലക്ഷം രൂപ കൊടുത്ത അനുമോൾ വിജയിച്ചു എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത്. കാരണം അവിടെ എന്തെങ്കിലും ചെയ്യണം, ചെയ്യാതെ PR-നൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അനുമോൾ അവിടെ പറയാതെ പറയുകയാണ്. പക്ഷെ അവിടെ ഈ പറയുന്ന ആ 20 ലക്ഷം കൊടുത്തത് ആരാണ്? അതൊന്ന് പറഞ്ഞു തരണേ. ഇപ്പം ഞാനിപ്പോ 15 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു. ശരി, കൊടുത്തു എന്ന് വിചാരിച്ചു. അതിൽ ഇപ്പോൾ 20 ലക്ഷം രൂപ കൊടുത്ത ആൾക്കാരുണ്ട്, അതായത് ഞാൻ പറയില്ല. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടിയില്ല?
വോട്ടിന്റെ ഇത് നമ്മുടെ കയ്യിലുണ്ട് അറിയിക്കില്ല, എന്തുകൊണ്ട് അവർക്ക് കിട്ടി? അത് സത്യമായിട്ടൊരു ചോദ്യമാണ്. ഏത് 20 ലക്ഷം കൊടുത്തവർക്ക് എന്തുകൊണ്ട് വോട്ട് കിട്ടിയില്ലെന്ന്. അത് പണി അറിയാവുന്നതിന്റെ അല്ലായിരിക്കും കൊടുത്തത്. ഈ പറയുന്ന അനു കൊടുത്തത് പണി അറിയാവുന്നവന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് വ്യത്യാസം വന്നത്. ഇവിടെ 20 ലക്ഷം രൂപ കൊടുത്തത് ആരാണെന്ന് അനുമോള് പറയണം. കാരണം നിങ്ങളുടെ കൂടെയുള്ള മത്സരാർത്ഥികളുടെ മുകളിലാണ് നിങ്ങൾ ഈ ഒരു അലിഗേഷൻ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് ആരാണെന്നൂടെ പറയാനുള്ള ഒരു ബാധ്യത അനുമോക്കുണ്ട്. ഓക്കെ, ഇനിയുമാണ് അനീഷിന്റെ ആ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പോകുന്നത്. അനീഷിനെ എന്തുവാ പറഞ്ഞ ദുബായ് ഫ്ലാറ്റ് കിട്ടി, അതോടൊപ്പം തന്നെ ഗോൾഡൻ വിസ കിട്ടി എന്ന് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അതുമൂലം ഞാനും എന്റെ വീഡിയോയിൽ ഈ ഒരു കാര്യം പറഞ്ഞു കേട്ടോ. എന്റെ പൊന്നു പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ ഒരു വൃത്തികെട്ടവൻ, അവന്മാരുടെ ബിസിനസ് നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവന്മാരുടെ വീഡിയോ വൈറലാകാൻ വേണ്ടി ഈ അനുമോളെ അനീഷിനെയും വെച്ചുകൊണ്ട് കാശുണ്ടാക്കാൻ ഓരോ പണി കാണിച്ചു വെക്കുന്നതാ. സത്യത്തില് അത് വെറും ഫേക്കാണ്. എന്തായാലും അതെന്താണ് ആ ഒരു വീഡിയോയിൽ നടന്നിരുന്നത് എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞതിന് ശേഷം അനീഷ് പറയുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം. എന്നാ ഫേക്കിലാണെന്നറിയാമോ അടിച്ചു വിടുന്ന ഓരോ തന്നെ. അമ്മമാർക്കൊക്കെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ അമ്മമാർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഫേക്ക് ന്യൂസുകൾ അടിച്ചുവിടല്ലേ. ഇത് കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും അയ്യോ ഇതൊക്കെ കിട്ടിയല്ലോ എന്നുള്ള ഒരു ചിന്തയിലൂടെ പോകും. ഞാനും ആ വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി ആൾക്കാർ വന്ന് അതിൻ്റെ അകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട്, എത്ര നന്നായി അനീഷിന് അത് കിട്ടിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. വളരെ ഫേക്ക് ആയിട്ടുള്ള ഒരു വാർത്ത ഉണ്ടാക്കി വിട്ടേക്കുക, അപ്പൊ അടച്ചു വിട്ടിരിക്കുക. കഷ്ടം. ബിഗ് ബോസിലെ പിന്നെ അനുമോളാണെങ്കിൽ ജനങ്ങളുടെ മനസ്സിലും എന്റെ മനസ്സിലും പിന്നെ അനീഷേട്ടനാണ്. അതുകൊണ്ട് തന്നെ പുള്ള വീട്ടിലേക്കുള്ള എല്ലാ ഓപ്പറേഷനും നമ്മുടെ മൈജർ ഓണറെ ഷാജിക്ക സ്പോൺസർ എടുക്കുകയാണ്. പക്ഷേ പുള്ള നാട്ടിൽ വിട്ടിട്ടില്ല. ദുബായിൽ ഞാൻ ഇഷ്ടം പോകുന്ന 10 വർഷം ഫ്രീ ഗോൾഡൻ സെറ്റില്ല ഈ ഒരു വീട്ടിൽ. അനീഷായിട്ട് കിട്ടാൻ പോകുന്ന ഒരു സാധാരണ വീടല്ല, ലോകത്തിലെ ആദ്യ ഐലൻഡ് തീരുമാന കമ്മ്യൂണിറ്റി അകത്തും അത് ലോകോത്തര അമ്യൂണിറ്റീസ് ഉള്ള ഒരു ക്ലോസ് ഗേറ്റ് കമ്മ്യൂണിറ്റി അകത്ത്. ഞാൻ അനീഷയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പുള്ളിക്ക് ഏകദേശം എല്ലാ വർഷവും 60 ലക്ഷം മുതൽ 7 ലക്ഷം വരെ വരുമാനം പറ്റും. സോ അനീഷയുടെ കിട്ടുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഗോൾഡൻ നിങ്ങൾ കാത്തിട്ടാണ്. വൃത്തികെട്ടവന്മാര് ഇതുപോലുള്ള ഫേക്ക് ന്യൂസുകൾ അടിച്ചു വിട്ടിട്ട് അനീഷിന് ഗോൾഡൻ വിസ അതോടൊപ്പം തന്നെ അനീഷിന് വീട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിച്ചങ്ങ് വിടുക. ഇതുപോലത്തവന്മാര് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നാറികളെ എന്താ നമ്മൾ പറയേണ്ടത്? എന്താ പറയേണ്ടത്? എന്തായാലും അതിന് മറുപടിയായിട്ട് അനീഷ് പറഞ്ഞൊരു കാര്യം കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല എന്നാണ് അനീഷ് പറയുന്നത്. അത് തെറ്റായ വാർത്തയാണെന്ന് പുള്ളിക്കാരൻ തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് കണ്ടു നോക്കി. നമസ്കാരം, ഞാൻ അനീഷ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, ദുബായിൽ ഒരു ആഡംബര ഫ്ലാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ വിസയും ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത. ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ലാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല. അതൊരു ഫേക്ക് ന്യൂസാണ്. അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, അതൊരു ഫേക്ക് ന്യൂസാണ്. ദുബായിൽ ഒരു ആഡംബര ഫ്ലാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു ന്യൂസ് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എന്തായാലും കേട്ടല്ലോ, ഇതാണ് അതിന്റെ സത്യാവസ്ഥ. ഈ പറയുന്ന അനീഷിന് അതൊന്നും കിട്ടിയിട്ടില്ല. ഞാനും എന്റെ വീഡിയോയിലൂടെ കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറഞ്ഞുപോയി. ഈ പറയുന്ന നാറികൾ അങ്ങനെ വൃത്തികേട് പറഞ്ഞുണ്ടാക്കിയത് കൊണ്ടാണ് എന്റെ പൊന്നു പ്രേക്ഷകരെ. അത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് വിലയിരുത്തണമായിരുന്നു. അത് എന്റെ ഭാഗത്തു നിന്ന് പറ്റിയൊരു തെറ്റാണ്. പക്ഷെ ഇതുപോലത്തെ പന്ന വീഡിയോ ഉണ്ടാക്കുന്നവന്മാരെ എന്താ പറയുക? ഒരാളുടെ ജീവിതം വെച്ചിട്ടാണ് ഈ പന്നവന്മാര് വീഡിയോ ഉണ്ടാക്കുന്നത്. അവന്മാർക്ക് അമ്മാരുടെ നിലനിൽപ്പിന് വേണ്ടി മറ്റൊരുത്തരെ കരുവാക്കുകയാണ്. ഇതുപോലെയുള്ള ഫേക്ക് ന്യൂസുകൾ പടച്ചു വിടുന്ന ഈ ഇവന്മാരെ പോലെയുള്ളവന്മാരെ എന്താ പറയേണ്ടിയേ? ഇവന്മാരുടെ ബിസിനസ് വളർത്താൻ വേണ്ടി ഇവരെ കരുവാക്കുകയാണ്. അനുമോൾക്കും കിട്ടിയെന്ന് പറയുന്നുണ്ട്, ഇതുപോലെ തന്നെ അനീഷിനും കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്മാർ ഉണ്ടാക്കിയിടുന്നത്. ഇത് കണ്ടോണ്ട് തന്നെ നമ്മളും പറഞ്ഞു നമ്മുടെ വീഡിയോയിൽ ഇതുപോലെ അനീഷിന് കിട്ടിയെന്ന്. ഇതുപോലെ പന്നത്തരം വിളിച്ചു പറയുന്നവന്മാര് ഇവന്മാരെയൊക്കെ ഫസ്റ്റ് തിരിച്ചറിയണം എന്റെ പൊന്നു പ്രേക്ഷകരെ. ഇതുപോലെ കള്ളത്തരങ്ങൾ പടച്ചുവിട്ട് ഓരോ മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഇതുപോലത്തെ വൃത്തികെട്ടവന്മാരെ നമ്മൾ തിരിച്ചറിയണം. എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന അനുവിന്റെ PR-ന്റെ ഭാഗത്ത് നിന്ന് അനുവിന്റെ കുറെ പന്ന ഫാൻസുകൾ ഇറങ്ങിയിട്ട് അവരുടെ കൂടെ നിന്ന മത്സരാർത്ഥികളെയൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഡീഗ്രേഡ് ചെയ്ത് അവരെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുകയാണ്. അവരെ സൈബർ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അനുമോളെ മുഖത്തിങ്ങനെ വെള്ളപൂശാനായിട്ട് മറ്റുള്ളവരെ കരുവാക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. അനുമോള് പറഞ്ഞത് എല്ലാം കള്ളത്തരങ്ങളാണ്. ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കള്ളങ്ങളുടെ മുകളിൽ കള്ളങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളോട് ഒരിക്കലും യോജിപ്പില്ല. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റായി കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.